Good morning students. പ്ലസ് ടു സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. We are discussing the third chapter of microeconomics, production and cost. ഉൽപാദനവും ചെലവും എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. In the last class we discussed about short run cost and about the shapes of short run cost curves. And now in this session we are going to discuss about long run cost. ഈ ക്ലാസ്സിൽ നമ്മൾ ദീർഘകാലയളവിലെ ചെലവുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. So in the long run there is no such fixed factor, and as a result there will be no fixed cost. ദീർഘകാലയളവിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു സ്ഥിര ഘടകം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ സ്ഥിര ചെലവും ഉണ്ടാവില്ല ഒരു സ്ഥാപനത്തിന്. In the long run all the inputs are variable, so there will be only variable cost, no fixed cost. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് സ്ഥിര ഘടകമില്ലാത്തത് കൊണ്ട് തന്നെ സ്ഥിര ചെലവ് ലോങ് റണ്ണിൽ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവില്ല. ബട്ട് ഇൻ ദ ഷോർട്ട് റൺ ദർ വിൽ ബി വേരിയബിൾ ഫാക്ടർ ആൻഡ് ആൾസോ ഫിക്സഡ് ഫാക്ടർ. സോ വി ക്യാൻ സേ there will be fixed cost and variable cost. ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോർട്ട് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഇൻ ലോങ് റൺ. ഇൻ ദ ലോങ് റൺ there is no fixed factor, all are variable. That's why there will be no fixed cost, only variable cost. അപ്പോൾ ലോങ് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആർ സെയിം. ദാറ്റ് മീൻസ് ടി സി എന്ന് പറയുന്നത് ടി സി വിൽ ബി ഈക്വൽ ടു ടി വി സി. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് തന്നെയാവും. നോ ഫിക്സഡ് കോസ്റ്റ്, സോ ടി സി വിൽ ബി ടി വി സി. അപ്പോൾ നമുക്ക് ലോങ് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ് ടി വി സിക്ക് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ടി സി ബാർ ടി വി സി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആവറേജ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ? വി സേ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കും? LRAC. ദിസ് ഡിനോട്ട്സ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. സോ ലോങ് റൺ ആവറേജ് കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു ടി സി ബൈ Q. TC means total cost, or we can say total variable cost. We use TC here. So total cost divided by number of units of output. അതായിരിക്കും ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റണ്ണിലെ അല്ലെങ്കിൽ ദീർഘകാലയളവിലെ ശരാശരി ചെലവ് എന്ന് പറയുന്നത് മൊത്തം ചെലവിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട്, ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് LRAC കിട്ടും. ദാറ്റ് മീൻസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി LRMC? LRMC എന്ന് പറഞ്ഞാൽ ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ദീർഘകാലയളവിലെ സീമാന്ത ചെലവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ചേഞ്ച് ഇൻ total cost divided by change in output, that is delta TC divided by delta Q. ടോട്ടൽ കോസ്റ്റിൽ വരുന്ന മാറ്റം അതിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? LRMC കിട്ടും. അപ്പോൾ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, as there is no
fixed factor. The total cost in the long run will be equal to the total variable cost. അതായത് ലോങ് റണ്ണിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തുല്യമായിരിക്കും. ടി സി ആൻഡ് ടി വി സി വിൽ ബി ഈക്വൽ. ടി സി ഈസ് ഈക്വൽ ടു ടി വി സി. ദെൻ വാട്ട് വിൽ ബി ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ്? ദീർഘകാലയളവിലെ ശരാശരി ചെലവ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ടി സി ബൈ ക്യൂ, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, it will be delta TC by delta Q, that is change in TC divided by change in output. ഇതാണ് ആദ്യം നമ്മൾ ലോങ് റൺ കോസ്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. So next we are going to discuss the shapes of long run cost curves. അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പും ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരാശരി ചെലവ്, ദീർഘകാല ശരാശരി ചെലവിൻ്റെ ആകൃതി, അതുപോലെ തന്നെ ദീർഘകാല സീമാന്ത ചെലവിൻ്റെ ആകൃതി, ഇത് രണ്ടുമാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് LRACയുടെ ആകൃതിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ദീർഘകാല അളവിലെ ശരാശരി ചെലവിൻ്റെ ആകൃതി എങ്ങനെയുണ്ടാവും? ഈ LRACയുടെ ആകൃതി നമ്മൾ മനസ്സിലാക്കുന്നത് നിരക്കനുസരിച്ചുള്ള ആദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ റിട്ടേൺസ് ടു സ്കെയിൽ. നിരക്കനുസരിച്ചുള്ള ആദായം മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ. ഈ റിട്ടേൺസ് ടു സ്കെയിൽ 3 ഫോംസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിച്ച് ആർ ദേ? വൺ ഈസ് IRS, ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, വർദ്ധിച്ച നിരക്കിലുള്ള ആദായം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് CRS, that is constant returns to scale, സ്ഥിര നിരക്കിലുള്ള ആദായം. And the last one, DRS, that is decreasing returns to scale, കുറഞ്ഞ നിരക്കിലുള്ള ആദായം. So there are 3 forms of returns to scale. You see, one is increasing returns to scale, IRS, and second one is CRS, constant returns to scale, and DRS, that is ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നമുക്കറിയാം എന്താണ് IRSും CRSും DRSും. ഞാൻ ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വാട്ട് ഈസ് മെൻ ബൈ IRS? എന്താണ് IRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു സ്ഥാപനം, ഫോർ എക്സാമ്പിൾ എ ഫേം ഇൻക്രീസസ് ഇറ്റ്സ് ഇൻപുട്ട് ബൈ 20%. A firm increases its input by 20%. ഒരു സ്ഥാപനം 20% ഇൻപുട്ട് ഫാക്ടർ കൂട്ടി. ഓക്കെ, സോ ദർ വിൽ ബി എ 20% ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. 20% ഇൻപുട്ട് കൂട്ടി. ആസ് എ റിസൾട്ട് ദ ഔട്ട്പുട്ട്, ഈ 20% ഇൻപുട്ട് കൂട്ടിയതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the output increased by 40%. 20% ഇൻപുട്ട് കൂട്ടിയപ്പോൾ, നിവേശങ്ങൾ കൂട്ടിയപ്പോൾ എന്തായിരുന്നു റിസൾട്ട്? ഔട്ട്പുട്ട്, ഉൽപ്പന്നം 40% കൂടി. സോ ദിസ് ഇസ് എ കേസ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. When the proportional increase in the input leads to more than proportional increase in the output. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിവേശങ്ങൾ കൂട്ടിയതിൻ്റെ ഫലമായി, ഒരു നിശ്ചിത അളവിൽ നിവേശം കൂട്ടിയതിൻ്റെ ഫലമായി അതിനേക്കാളും കൂടുതൽ ശതമാനം
വർധനവ് ഉൽപ്പന്നത്തിലുണ്ടാകുന്നു. ആ കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. സോ വെൻ എ 20% ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട് റിസൾട്ടഡ് ഇൻ ദ 40% ഇൻക്രീസ് ഇൻ ദ ഔട്ട്പുട്ട്. ദിസ് ഇസ് എ കേസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. സോ വാട്ട് ഇസ് CRS? That means when 20% input increased, the result is output also increased, but in the same proportion. 20% ഇൻപുട്ട് കൂട്ടിയപ്പോൾ 20% ഔട്ട്പുട്ടും കൂടി. സെയിം പ്രൊപ്പോർഷൻ. ദ റിസൾട്ട് ഈസ് വെൻ 20% ഇൻക്രീസ് ഇൻ ദ ഇൻപുട്ട് റിസൾട്ടഡ് ഇൻ ദ സെയിം പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് 20% ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ദിസ് ഇസ് എ കേസ് ഓഫ് constant returns to scale. Okay, then what will be DRS? That means when 20% increase in input resulted in 10% increase in output. അതായത് 20% ഇൻപുട്ട് കൂട്ടിയപ്പോൾ ഔട്ട്പുട്ടിൽ വന്ന മാറ്റം, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, ബട്ട് ബൈ എ സ്മോളർ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് 10%. അപ്പം ഇതാണ് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിലും കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലും ഡിക്രീസ് റിട്ടേൺസ് ടു സ്കെയിലും ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ലോങ് റൺ ആവറേജ് കോസ്റ്റിലെ ഷേപ്പിലേക്ക് നമ്മൾ ഇതിനെ എങ്ങനെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് IRS ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് as long as IRS is operating in the firm, ഒരു ഫേമിന് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ LRAC, ലോങ് റൺ ആവറേജ് കോസ്റ്റ് വിൽ ഫാൾ. IRS ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കുക, സ്ഥാപനത്തിൻ്റെ ദീർഘകാല ശരാശരി ചെലവ് കുറയും. ഓക്കെ, വെൻ CRS is operating in the firm, ഒരു ഫേമിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ LRAC will be constant. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഓർ ദീർഘകാല ശരാശരി ചെലവ് സ്ഥിരമായിരിക്കും. ആൻഡ് വെൻ DRS operates, LRAC will rise. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. As long as IRS operates in the firm, the LRAC will fall. When CRS operates, LRAC will be constant, and when DRS operates, LRAC will rise. ഒരു ടിപ്പിക്കൽ ഫേമിൽ എപ്പോഴും ആദ്യത്തെ ഘട്ടത്തിൽ IRS ആയിരിക്കും, അതായത് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും ആദ്യ ഘട്ടങ്ങളിൽ ഒരു സ്ഥാപനത്തിനുണ്ടാവുക. വർദ്ധിച്ച നിരക്കിലുള്ള ആദായമായിരിക്കും ഒരു സ്ഥാപനത്തിനുണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ ഘട്ടത്തിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്താവും? ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇവിടെ നമ്മൾ കോസ്റ്റ്, ഇവിടെ ഔട്ട്പുട്ട്, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട്, വൈ ആക്സിസ് കോസ്റ്റും കാണിക്കുകയാണ്. നമ്മൾ LRACൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം IRS ആണ് ആദ്യം ഒരു ഫേമിന് ഓപ്പറേറ്റ് ചെയ്യുക. ഒരു മാതൃകാ സ്ഥാപനത്തിൽ എപ്പോഴും ആദ്യഘട്ടത്തിൽ വർദ്ധിച്ച നിരക്കിലുള്ള ആദായമായിരിക്കും ഉണ്ടാവുക. ആ ഘട്ടത്തിൽ എന്തായിരിക്കും? ലോങ് റൺ ആവറേജ് കോസ്റ്റ് വിൽ ഫാൾ. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കുറയും. അപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഷോസ് IRS, firm is operating increasing returns to scale. താഴേക്ക് വരുന്ന ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് കാണിക്കുന്നത് ഫേം വർദ്ധിച്ച നിരക്കിലുള്ള ആദായം ലഭിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് യു സീ, ദിസ് ഈസ് ദ മിനിമം പോയിന്റ് ഓഫ് LRAC നൗ. ഈ മിനിമം പോയിന്റ് കാണിക്കുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്, CRS ആണ്. ഓക്കെ, അപ്പം
ഫേം IRS ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഫേമിൽ എന്താ ഉണ്ടാവുക? രണ്ടാമതൊരു മാതൃകാ ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലായിരിക്കും. സ്ഥിര നിരക്കിലുള്ള ആദായമായിരിക്കും ഫേമിന് കിട്ടുക. ഇൻപുട്ട് ഒരു നിശ്ചിത ശതമാനം കൂട്ടുമ്പോൾ ഔട്ട്പുട്ടും അതേ അളവിൽ തന്നെ ലഭിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു. അപ്പോൾ മിനിമം പോയിന്റ് കാണിക്കുന്നത് CRS ആയിരിക്കും. ദെൻ പിന്നീട് എന്തായിരിക്കും? വീണ്ടും ഫേം വരുന്നത്, പിന്നെ സ്ഥാപനത്തിന് വരുന്നത് കുറഞ്ഞ നിരക്കിലുള്ള ആദായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LRAC വിൽ റൈസ്. ഈ അപ്വേർഡ് സ്ലോപ്പിംഗ് കാണിക്കുന്നത് DRS ആണ്. സോ ദിസ് ഈസ് LRAC കർവ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും LRAC കർവ് ഉണ്ടാവുക. ആദ്യം താഴുന്നു, LRAC വിൽ ഫാൾ, ദെൻ ദർ വിൽ ബി എ കോൺസ്റ്റന്റ് പൊസിഷൻ, ഒരു മിനിമം പോയിന്റ് ഉണ്ടാവും, ദെൻ ഇറ്റ് റൈസസ്. ഈ താഴ്ന്ന ഭാഗം ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, വർദ്ധിച്ച നിരക്കിലുള്ള ആദായത്തെ കാണിക്കുന്നു. മിനിമം പോയിന്റ് കാണിക്കുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്, സ്ഥിര നിരക്കിലുള്ള ആദായത്തെ കാണിക്കുന്നു ഫേമിൻ്റെ. ഈ അപ്വേർഡ് പോർഷൻ ഓഫ് ദ കർവ് LRAC ഷോസ് ദ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കുറഞ്ഞ നിരക്കിലുള്ള ആദായത്തെ കാണിക്കുന്നു. സോ വി ക്യാൻ സേ LRAC ഈസ് എ U-shaped curve. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? LRAC ഒരു U-shaped curve ആണ്. ദീർഘകാല ശരാശരി വക്രം ഒരു U-shaped curve ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ദീർഘകാല സീമാന്ത ചെലവിൻ്റെ ഷേപ്പാണ് നമ്മൾ മനസ്സിലാക്കുക. ആസ് ലോങ് ആസ് the long run average cost falls, average cost ദീർഘകാലയളവിലെ ആവറേജ് കോസ്റ്റ് ശരാശരി ചെലവ് കുറയുമ്പോൾ യു സി ദ മാർജിനൽ കോസ്റ്റ് ഈസ് ആൾസോ ഫോളിങ്. അപ്പോൾ മാർജിനൽ കോസ്റ്റും ആദ്യഘട്ടത്തിൽ കുറയുന്നു, ദെൻ ഇറ്റ് റൈസസ്. അപ്പം ആദ്യഘട്ടത്തിൽ മാർജിനൽ കോസ്റ്റ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കുറയുന്നു. Then after stage the long run marginal cost rises. So we can say long run marginal cost is also a U-shaped curve. So LRAC ഒരു U-shaped curve ആണ്. Like that LRMC is also a U-shaped curve. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും റിലേഷൻ പഠനം, താരതമ്യ പഠനം നമുക്കൊന്ന് ചെയ്യാം. So when long run average cost falls, the long run marginal cost will be less than LRAC. Okay, അതായത് ശരാശരി ചെലവ് കുറയുമ്പോൾ സീമാന്ത ചെലവ് ശരാശരി ചെലവിനെക്കാട്ടിലും കുറഞ്ഞ സംഖ്യയായിരിക്കും. അതുകൊണ്ടാണ് കുറയുമ്പോൾ മാർജിനൽ കോസ്റ്റ് ശരാശരി ചെലവിൻ്റെ താഴെ വരുന്നത്. ഓക്കെ, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കൂടുമ്പോൾ വലിയ സംഖ്യ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ലോങ് റൺ LRAC വർദ്ധിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ LRMC വരുന്നത്, ദീർഘകാല ശരാശരി സീമാന്ത ചെലവ്. സോ ആസ് ലോങ് ആസ് ദ LRAC falls or as long as the average cost falls in the long run, marginal cost will be less than the average cost. And when long run average cost or the average cost rises in the long run, then the marginal cost will be greater than the average cost. താഴുമ്പോൾ ആവറേജ് കോസ്റ്റ് താഴുമ്പോൾ സീമാന്ത ചെലവ്
ആവറേജ് കോസ്റ്റിനേക്കാളും കുറവും, ആവറേജ് കോസ്റ്റ് ഉയരുമ്പോൾ സീമാന്ത ചെലവ് കൂടുതലുമായിരിക്കും ആവറേജ് കോസ്റ്റിനേക്കാളും. ഇതാണ് LRMCയും LRACയും കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി LRACയുടെയും LRMCയും ഒന്നുകൂടിയും വിശദീകരിക്കുന്നു. സ്ഥാപനം ഫേം 3 ഘട്ടങ്ങളിലൂടെ പോകും. ഒരു മാതൃകാ സ്ഥാപനം IRS, ഫസ്റ്റ് IRS, then CRS and then DRS. ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിലിലൂടെ സ്ഥാപനം പോകുമ്പോൾ LRAC ഫോളോ ചെയ്യും. വെൻ ഫേം ഓപ്പറേറ്റ്സ് ഇൻ ദ CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആവുമ്പോൾ LRAC കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദ DRS ആവുന്ന ഘട്ടങ്ങളിൽ LRAC വിൽ റൈസ്. സോ വി ക്യാൻ സേ LRAC ഹാസ് എ U-shaped ഫോം. LRAC ഒരു U-shape വക്രമായിരിക്കും. And in the case of LRMC, long run marginal cost, as long as the LRAC falls, the marginal cost will be less than average cost. And as long as the LRAC rises, marginal cost will be greater than the average cost. And one thing you have to note is that the long run marginal cost cuts the long run average cost from below at the minimum point of LRAC. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് will cut the long run average cost. സീമാന്ത ചെലവ് ശരാശരി ചെലവിനെ താഴെ വന്നാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. അതും ലോങ് റൺ ആവറേജ് കോസ്റ്റിന്റെ മിനിമത്തിലായിരിക്കും കട്ട് ചെയ്യുക. ഒന്നുകൂടി പറയുന്നു, ദ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് വിൽ കട്ട് the long run average cost from below at the minimum point of long run average cost. So that's all about long run average cost, shapes of long run average cost and shape of long run marginal cost. ഇതോടുകൂടി മൈക്രോ എക്കണോമിക്സിലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന 3ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ, അതായത് മാക്രോ എക്കണോമിക്സിലെ 2ാമത്തെ അധ്യായമായ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന പാഠഭാഗത്തേക്കാണ് പോകുന്നത്.